തദ്ദേശ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിനൊക്കെ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ CPIM കത്തോലിക്ക സഭയും പരസ്യ യുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്നൊരു ഒരു സംശയം MV ഗോവിന്ദന്റെ പ്രസ്താവനയോടുകൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ചൂണ്ടിക്കാട്ടി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിക്കെതിരെ CPIM സംസ്ഥാന സെക്രട്ടറി നടത്തിയ വിമർശനം എന്ന് പറഞ്ഞാൽ മാർ ജോസഫ് പാമ്പളാനി തികഞ്ഞ അവസരവാദിയാണ് എന്നതായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന. അതായത് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ പിടിയിലാകുമ്പോൾ BJPക്കെതിരെ പറയുകയും അവർക്ക് ജാമ്യം കിട്ടുമ്പോൾ അവർക്ക് തന്നെ സ്തുതിപാടുകയും ചെയ്യുന്നു പാമ്പളാനി എന്നതായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞത്. അത് തുറന്ന പോലിലേക്ക് എത്തുന്നു. MV ഗോവിന്ദനെ കടന്നാക്രമിക്കുന്നു കത്തോലിക്ക സഭാ നേതൃത്വം. അവരുടെ പ്രതികരണങ്ങളൊന്ന് കാണാം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമിക്കുന്നു. പാമ്പളാനി അപ്പൊഞ്ഞിട്ടി അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന വേറൊരാളുമില്ല. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി. ആർക്ക്? കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി. അച്ഛന്മാർ കേക്കും കൊണ്ട് പോയി സൂപ്പിടാൻ. എവിടെ? RSന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വേറെ വിവരം. ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു. അപ്പോൾ വീണ്ടും മാറ്റാൻ തുടങ്ങി. മൈക്ക് കാണുമ്പോൾ മുമ്പിൽ കുറച്ച് ജനങ്ങളെ കാണുമ്പോൾ നിലവിട്ട് സംസാരിക്കരുത്. ഗോവിന്ദ മാഷ് ഒരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതാണ്. ആവശ്യത്തിനുള്ള വീണ്ടും വിചാരമില്ലാതെ പറയുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദച്ചാമി പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക. ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ പൊസിഷനിലിരിക്കുന്ന ഗോവിന്ദൻ മാഷ് സംസാരിക്കാൻ പാടില്ലെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിക്കെതിരെ വിമർശനം തുടരുകയാണ് DYFI. VK സനോജ് പറയുന്നത് ഈ പറയുന്ന RSS പ്രീണനം നടത്തുന്ന നേതാക്കൾക്കൊപ്പമല്ല വിശ്വാസികൾ, അല്ലെങ്കിൽ ആ നേതാക്കൾക്കൊപ്പം വിശ്വാസികൾ ഉണ്ട് എന്നുള്ള വ്യാമോഹം തെറ്റാണെന്നും ഈ ജൽപ്പനങ്ങൾക്ക് മറുപടി വരാൻ DYFI ഇല്ല എന്നുമായിരുന്നു സനോജിന്റെ പ്രതികരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത്. വർഗീയ രാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഉത്തരവാദിത്വപ്പെട്ട ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത്. അതിനു പകരം CPMനെ ചീത്ത പറഞ്ഞാൽ, DYFIയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ RSSൽ നിന്ന് അവർക്കെന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത്. അവർക്ക് RSSനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട്. RSSനെ പ്രീണപ്പെടുത്താൻ, RSSനെ സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവനയായിട്ട് മാത്രമേ ഇത്തരം ജൽപ്പനങ്ങളെ കാണുന്നുള്ളൂ. ഇതൊന്നും ഗൗരവമായ ഒരു രാഷ്ട്രീയ വിമർശനമായി കാണുന്നില്ല. ഗൗരവമായ രാഷ്ട്രീയ വിമർശനമാണെങ്കിൽ അന്തസ്സായി അത്തരം വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് മറുപടി പറയാൻ തയ്യാറാവണം. ശ്രീത്ത് വാർത്തയുടെ ഏറ്റവും അധികം ചേരുന്നു. ശ്രീത്ത്, ആ കന്യാസ്ത്രീമാർ ഛത്തീസ്ഗഡിൽ ജയിലിൽ കിടന്നപ്പോൾ ബൃന്ദാക്കാരായിട്ട് അവിടെ പോയി കണ്ടതാണ്. ഇന്നും ബൃന്ദാക്കാരായിട്ട് അവർ വീട്ടിലെത്തിയപ്പോൾ അവരുടെ വീട്ടിൽ പോയി കണ്ട് ആശ്വസിപ്പിക്കുന്നു. അന്നത്തെ ഒരു വൈകാരികമായ ചിത്രം എന്താണ് വളരെ ഭംഗിയുള്ള ഒരു ചിത്രമായി തോന്നിയ ചിത്രമൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഒരു പാർട്ടിയുടെ, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, അത് CPM ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ, മുൻ മന്ത്രിയെ കേരളം കണ്ടാൽ അറയ്ക്കുന്ന ഒരു കുറ്റവാളിയോട് സമീകരിച്ച് പറയുക എന്നൊക്കെ എത്രത്തോളം നിലവാരം കുറഞ്ഞ പണിയാണ് എന്ന് അത് പറയുന്നവർ ആലോചിക്കട്ടെ. ശ്രീത്, പക്ഷേ ഇവിടെ CPM കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതായത് ഛത്തീസ്ഗഡിൽ ഈ പറയുന്ന ബജ്രംഗ് ദൾ അതിക്രമത്തിൽ വിശ്വാസികൾക്കിടയിൽ കടുത്ത രോഷവും കടുത്ത വേദനയും ഉണ്ട്. നേതാക്കൾ പറയുന്ന സ്തുതിപ്പാട്ടുകൾക്കൊപ്പമല്ല വിശ്വാസികളുണ്ട് എന്ന് CPM തിരിച്ചറിയുന്നു. അത് കണ്ടറിഞ്ഞുള്ള പ്രതികരണമാവില്ല യഥാർത്ഥത്തിൽ MV ഗോവിന്ദൻ നടത്തിയത്. ശ്രീത്ത്, അതൊരു രാഷ്ട്രീയ നീക്കമാണ്. ഹാഷ്മി, തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്. ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ ചിലർ ഇത്തരത്തിൽ സംഘപരിവാറിനോട് അടുക്കാൻ ശ്രമിക്കുകയും മറ്റ് രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നത് പരസ്യമായ കാര്യമാണ്. എന്നാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ സമാനതകളില്ലാത്ത തരത്തിലുള്ള ഒരു കടന്നാക്രമണവും ജയിലടക്കൽ പോലുള്ള നടപടികളും ഉണ്ടായപ്പോൾ അത് തിരിച്ചറിയുന്നില്ല. എന്നിട്ടും സംഘപരിവാറിനെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ രാഷ്ട്രീയം തുറന്നു കാട്ടേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ ഇത് നന്നായി പ്രചരിപ്പിക്കേണ്ടതുണ്ട് എന്ന് CPM കാണുന്നു. ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലാണ് ഈ പാമ്പളാനിക്കെതിരെ ഇന്നലെ നടത്തിയ രാഷ്ട്രീയ വിശീകരണ യോഗത്തിലെ പ്രസംഗത്തിലൂടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്വീകരിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഈ ക്രൈസ്തവ സഭകളിലൊരു വിഭാഗത്തെ അനുനയിപ്പിക്കാനും കൂടെ നിർത്താനും സംഘപരിവാർ കഴിഞ്ഞ കുറേ കാലങ്ങളായി ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ മണിപ്പൂരിലെ അക്രമവും ഒപ്പം തന്നെ ഛത്തീസ്ഗഡിലെയും ഒഡീഷയിലെയും സംഭവങ്ങളൊക്കെ തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ പൗരോഹിത്യ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ ശരിയായ നിലപാടല്ല എന്ന് തുറന്നു കാട്ടുകയും അതുവഴി വിശ്വാസികൾക്കിടയിലേക്ക് തങ്ങളുടെ ആശയപ്രചരണം സാധ്യമാക്കുകയും ചെയ്യുകയാണ് CPM ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്തുണ നേടുകയാണ്. നേരത്തെ മുസ്ലിം സമുദായത്തിലും ഇതേ രീതിയിലുള്ള ചില ഇടപെടലുകൾ CPM നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് ക്രൈസ്തവ സമുദായത്തിലെ ഈ പൗരോഹിത്യ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ നടത്തുന്ന വിമർശനങ്ങൾ.
യഥാർത്ഥത്തിൽ ശ്രീത്ത് ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ജയിലിലാകുമ്പോഴും പൗരോഹിത്യ നേതൃത്വം കാര്യമായ പ്രതികരണങ്ങൾക്ക് ആദ്യ മണിക്കൂറുകളിൽ തയ്യാറായിരുന്നില്ല. അവർ തയ്യാറാവുന്നത് എപ്പോഴാണ്? വിശ്വാസികൾ അതിൽ വേദനിച്ച് പ്രതിഷേധിച്ച് തെരുവിലിറങ്ങുമ്പോൾ, വിശ്വാസികൾക്കിടയിൽ രൂക്ഷമായ പ്രശ്നമുണ്ട്, പ്രതികരണമുണ്ടെന്ന് അറിയുമ്പോഴാണ് ഈ പറയുന്ന സഭാ നേതൃത്വം ആവശ്യത്തിൽ പ്രതികരണമായി പോകുന്നതും ഈ കന്യാസ്ത്രീമാരുടെ വീട്ടിലേക്ക് അവർ പോകുന്നത് പോലും വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോഴാണ്. വിശ്വാസികളുടെ ആ വികാരം CPM തിരിച്ചറിയുന്നുണ്ട്. ശ്രീത്ത് ഇപ്പോഴൊന്നും പറയാനില്ല എന്ന് അല്പസമയം മുൻപ് തലശ്ശേരി അതിരൂപതയുടെ വിമർശനത്തിൽ പ്രതികരിക്കാതെ MP ഗോവിന്ദൻ പോകുന്നുണ്ട്. അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പ് സമയത്ത് അധികം വാക്പോർ എസ്കലേറ്റ് ചെയ്യേണ്ട, പക്ഷേ രാഷ്ട്രീയ നീക്കം തുടരാം എന്നതാവില്ലേ CPMന്റെ തന്ത്രം? ശ്രീത്ത്, ഹാഷ്മി, രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളെ തുറന്നു കാട്ടുക എന്ന കർത്തവ്യം നിർവഹിക്കുന്നു. എന്നാൽ ഒരു തെരുവിലേക്ക് ഇത്തരം വാക്പോരുകളെ വലിച്ചിഴക്കേണ്ടതില്ല എന്നൊരു രാഷ്ട്രീയ പക്വത CPM കാണിക്കുന്നതിൻ്റെ തെളിവായിട്ട് വേണം MP ഗോവിന്ദൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ പ്രതികരണത്തെ കാണാൻ. കാരണം പറയാനുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ച് തലശ്ശേരിയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ മതമേലധ്യക്ഷന്മാർ സ്വീകരിക്കുന്ന നിലപാട് ശരിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ക്രൈസ്തവ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലുമുണ്ട്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ച പോലെ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിലടയ്ക്കുന്ന സംഭവത്തിൽ കേരളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലൊരു പ്രതിഷേധമാണ് ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിൽ നിന്നുണ്ടായത്. അപ്പോൾ വിശ്വാസ സമൂഹത്തിൽ വലിയ തോതിൽ ചർച്ചയായപ്പോഴാണ് നേരത്തെ ചാഞ്ചാട്ട രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചിരുന്ന ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പോലും കേന്ദ്ര സർക്കാരിനെതിരെ സംഘപരിവാറിനെതിരെ വിമർശനവുമായി രംഗത്തിറങ്ങാൻ നിർബന്ധിക്കപ്പെട്ടത്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ അതിനുശേഷം വീണ്ടും നിലപാട് മാറ്റുന്നത് തുറന്നു കാട്ടുകയാണ് CPM ഈ ഇടപെടലിലൂടെയൊക്കെ ചെയ്യുന്നത്. എന്നാൽ അതിനെ ഒരു തെരുവിലെ പഴയ പോലെയുള്ള ഒരു പോർവിളിയായോ വാക്പോരായോ മാറ്റേണ്ടതില്ല എന്നും CPM കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഈ പറയുന്ന MP ഗോവിന്ദൻ ഗോവിന്ദച്ചാമി സമീകരിച്ചുള്ള ആ പ്രസ്താവനയ്ക്ക് മറുപടി പറയേണ്ടതില്ല, അല്ലെങ്കിൽ MP ഗോവിന്ദൻ അതിനൊന്നും മറുപടി അറിയാത്ത ആളല്ല, മറുപടി പറയേണ്ടതില്ല എന്നുള്ളതാവണം. അപ്പോൾ അത് ഒരു വെടിനിർത്തൽ, താൽക്കാലിക വെടിനിർത്തൽ. പക്ഷേ ഈ പറയുന്ന സഭാ നേതൃത്വത്തിൻ്റെ നിലപാടല്ല യഥാർത്ഥത്തിൽ താഴെക്കടലിലെ വിശ്വാസികൾക്ക് ഈ പറയുന്ന കാര്യത്തിലൊക്കെ വലിയ വേദനയും രോഷവും ഉണ്ട് എന്ന് തുറന്നു കാണിക്കുക എന്നുള്ളത് CPMന്റെ രാഷ്ട്രീയ തന്ത്രമാണ്.